Hi all. വാട്സൺ ആൻഡ് ക്രിക്ക് ഡെവലപ്പ് ചെയ്തെടുത്ത DNA ഡബിൾ സ്റ്റാൻഡേർഡ് ഹെലിക്കൽ സ്ട്രക്ചറിന്റെ ബേസസ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് നൈട്രജൻ ബേസസ് വെച്ചിട്ടാണ്. ഒരു ഏണി പോലുള്ള സ്ട്രക്ചർ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കും അതേ സ്ട്രക്ചറാണ് DNA ഉള്ളത്. അതിന്റെ സ്റ്റെപ്സ്, അതായത് ഏണിയിലുള്ള സ്റ്റെപ്സ് അതുപോലെയാണ് നമ്മുടെ DNA സ്ട്രാൻഡിലുള്ള ബേസസ്. നൈട്രജൻ ബേസസ് വെച്ചിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. DNAയിൽ 4 നൈട്രജൻ ബേസസ് വെച്ചിട്ടാണ് ഈ സ്റ്റെപ്സ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. നമുക്ക് മൊത്തം 5 നൈട്രജൻ ബേസസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. DNA-ലാവുമ്പോൾ തൈമിൻ ആയിരിക്കും, RNA-ലാണെങ്കിൽ തൈമിന് പകരം യുറാസിൽ ആയിരിക്കും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ 5 നൈട്രജൻ ബേസസിനെ 2 രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്: പ്യൂരിൻസ് ആൻഡ് പിരിമിഡൈൻസ്. ഇതിൽ പ്യൂരിൻസിൽ വരുന്ന നൈട്രജൻ ബേസസുകളാണ് അഡിനിൻ, ഗ്വാനിൻ. അതേപോലെ പിരിമിഡൈൻസിൽ വരുന്ന നൈട്രജൻ ബേസസ് ആണ് സൈറ്റോസിൻ, യുറാസിൽ, തൈമിൻ. അപ്പൊ ഇതിനെങ്ങനെ എളുപ്പം ഓർത്തു വെക്കുക എന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. പ്യൂരിൻസിന്റെ എളുപ്പമുള്ള കോഡാണ് ഗ്യാപ്, അതായത് ഗ്വാനിൻ, അഡിനിൻ ബിലോങ്സ് ടു പ്യൂരിൻസ്. ആൻഡ് പിരിമിഡൈൻസിന്റെ എളുപ്പമുള്ള കോഡാണ് കട്ട്, CUT, അതായത് C for സൈറ്റോസിൻ, U for യുറാസിൽ ആൻഡ് T for തൈമിൻ. ഇങ്ങനെ നമുക്ക് എളുപ്പം പിരിമിഡൈൻസിനെയും ഓർത്തു വെക്കാം. ഇനി ഇവരുടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ പ്യൂരിൻസിന് ഡബിൾ റിംഗ് സ്ട്രക്ചർ ആണ് ഉള്ളത്, അതായത് അഡിനിനും ഗ്വാനിനും ഡബിൾ റിംഗ് സ്ട്രക്ചർ ആണ് ഉള്ളത്. അപ്പൊ ഡബിൾ റിംഗ് സ്ട്രക്ചർ ഉള്ളവരുടെ പേര് ചെറുതായിരിക്കും, അതായത് പ്യൂരിൻസ്, അഡിനിൻ, ഗ്വാനിൻ, അവർക്ക് ഡബിൾ റിംഗ് സ്ട്രക്ചർ. ഇനി പിരിമിഡൈൻസിന് സിംഗിൾ റിംഗ് സ്ട്രക്ചർ ആയിരിക്കും. അവരുടെ പേര് വലുതാണ് പക്ഷേ സ്ട്രക്ചർ ചെറുതാണ്, അതായത് പിരമിഡൈൻസ് ഹാവ് സിംഗിൾ റിംഗ് സ്ട്രക്ചർ. ഈ രീതിയിൽ ഈ കോഡ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നൈട്രജൻ ബേസസ് എളുപ്പം പഠിക്കാൻ പറ്റും. താങ്ക്